ഇന്നലത്തെ കാറ്റും മഴയിലും നമുക്ക് ഒരുപാട് നാശം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഒരു പപ്പയ്ക്ക് ശരിക്കും കായ ഉണ്ടായിരുന്നു. അതും എല്ലാം അടിച്ച് തള്ളിയിട്ട് പിന്നെ വഴിയിലൊരു ഇതായിട്ട് കിടന്നുകൊണ്ട് അച്ഛൻ അത് വെട്ടിയെടുത്ത് കളഞ്ഞു. പക്ഷെ പപ്പയ്ക്ക് അതേപോലെ അവിടെ മൊത്തം കിടപ്പുണ്ട്, ചിന്നി ചെതറി കിടക്കുക. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി അത്. പിന്നെ അതിനേക്കാളും വലിയൊരു കഷ്ടമാണ്, ഒരുപാട് കിളികൾക്കും കുറേ വവ്വാലിനും അണ്ണാനും എല്ലാവർക്കും ആഹാരമായിട്ടിരുന്ന ഒരു പ്ലാവാണ്. ഇഷ്ടംപോലെ ചക്കയുണ്ടായിരുന്നു അതിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നലത്തെ ആ ഒരു കാറ്റിൽ മൊത്തം മണ്ട വെച്ച് അടിച്ച് കറക്കി കളഞ്ഞു, മൊത്തം പോയി. അതിന് ഇനി രണ്ട് ശിഖരേ ഉള്ളൂ. ആ 2 ശിഖരത്തിൽ 2 ചക്കയും ഉണ്ട് പാവം. ബാക്കി ഫുള്ള് അങ്ങ് വീണു. നമുക്ക് പേടിയായിരുന്നു മതിലിൻ്റെ മണ്ടയിൽ കൂടെ എങ്ങനെ വീഴുമെന്ന്. പക്ഷേ അതൊന്നും ഇതായില്ല, അങ്ങ് സൈഡിൽ കൂടെ തന്നെ വീഴുന്നത്. അതും ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം നമ്മളെല്ലാവരും പേടിച്ചു പോയി. കാരണം അത് അത്രയും ഇതായിട്ട് പന്തലിച്ച് നിന്നൊരു പ്ലാവായിരുന്നു. അത് ഒടിഞ്ഞു പോയത് അത് വലിയ കഷ്ടമായിപ്പോയി. നമ്മൾ പേടിച്ച വേറൊന്നുമല്ല, ആ പപ്പിയുടെ കൂട്ടിൻ്റെ മണ്ടയിൽ കൂടെ വീഴുമെന്നായിരുന്നു പേടി. പക്ഷെ പപ്പിയുടെ കൂട്ടിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ചെറിയൊരു കൊണ്ട മാത്രമേ വീഴുന്നുള്ളൂ. ബാക്കി എല്ലാം അങ്ങ് അപ്പുറത്ത് തന്നെ വീഴുന്നു. പപ്പി സേഫായിരുന്നു. പപ്പിയും പേടിച്ചു പോയി, ഇറങ്ങി ഓടാനൊക്കെ നോക്കിയിട്ടും പാവം രാത്രി ആയതുകൊണ്ടേ നമുക്ക് എന്താണ് വീഴുന്നതെന്ന് നമുക്ക് വലുതായിട്ട് അറിയാൻ വയ്യായിരുന്നു. സൗണ്ടും പടപടാന്ന് സൗണ്ടും കേട്ട് എന്തോ സംഭവം എന്നറിയാം. നോക്കിയപ്പോൾ പപ്പീൻ്റെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ശിഖരം വന്ന് വീണുണ്ട്. അങ്ങനെ അച്ഛൻ ഓടി ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പപ്പിക്ക് വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. പിന്നെ അവളിലൊരു ചക്ക നമുക്കും കിട്ടി, ലാസ്റ്റ് ചക്ക. പാവം, അത് ഭയങ്കര വിഷമമായിപ്പോയി. ഇതാരായി ഇരിക്കുന്നതെന്ന് നോക്കിയേ. രാവിലെ തൊട്ടേ മഴ നനയുക. അവൾക്ക് എത്ര മഴ നനഞ്ഞാലും മതി വരില്ല. ആ കൊള്ളമൊക്കെ കുടിച്ചിട്ടേക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിരിക്കും. ആ മഴ തോരുന്നത് വരെ ആ മഴയത്ത് ഇങ്ങനെ ഇരിക്കും. എത്ര തണുപ്പാണെങ്കിലും അവൾക്ക് മഴ കണ്ട അവൾ വെള്ളത്തിൽ ചാടും. എല്ലാവർക്കും അങ്ങനെയല്ലേ. മഴ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കും കുളിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴയിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് എവിടെ നിന്നാണ് മരം ഒടിഞ്ഞ് മണ്ടയിൽ കൂടെ വീണ് സമാധി ആവണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം എന്തുമായിരുന്നാലും പിന്നെ കുറച്ച് വാഴയൊക്കെ ചാഞ്ഞതേ ഉള്ളൂ. നമുക്ക് വലുതായിട്ട് കൃഷിയൊന്നും വലുതായിട്ടൊന്നും ഒരു നാശനഷ്ടം ഉണ്ടായില്ല. ഉണ്ടായത് ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡിൽ ഒരു അഗസ്ത്യ മുരിങ്ങ പുഴുത് വീണ്, അതേ ഉള്ളൂ. അതിന് അച്ഛൻ എങ്ങനെയെങ്കിലുമൊക്കെ ഊന്ന് കൊടുത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറേ ഇത്തിളൊക്കെ മാവിൽ നിന്നൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.